ഹായ് വെൽക്കം ടു ഡിവൻ ഡ്രോപ്സ്. ഞാൻ രാവിലെ സാരിയൊക്കെ ഉടുത്ത് റെഡിയായി. ഞങ്ങൾ രണ്ടുപേരും ഒരുങ്ങി ഒരു ഓണാഘോഷ പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസാണ് ഇന്നിടുന്നത്. ഞാൻ ഇംഗ്ലണ്ടിൽ വന്നപ്പം ഞാൻ താമസിക്കുന്ന ഈ സ്ഥലത്ത് മലയാളികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ബാച്ചായിരുന്നു ആദ്യത്തെ ബാച്ച്. അതിനുശേഷം ധാരാളം ഫാമിലികൾ മലയാളി ഫാമിലീസ് വന്നു. ഇപ്പം നമ്മുടെ ഫാമിലിയിൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ ഓണ പ്രോഗ്രാമിന് ഏകദേശം 70 പേരുണ്ടാവും. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കി ഓരോ വീട്ടിൽ നിന്നും ഓരോരുത്തരുണ്ടാക്കി വരും. എനിക്ക് കിട്ടിയിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് നാരങ്ങ അച്ചാറാണ്. 2 months ബിഫോർ തന്നെ ഞാൻ അതൊക്കെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നു. അപ്പം അത് ഞാൻ കവറിൽ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിതുകൊണ്ട് പോവാണ്. ഇനി പോകുന്ന വഴിക്ക് എല്ലാ ഡീറ്റെയിൽസ് ആയിട്ട് പറയാം, ആൾക്കാരെ പരിചയപ്പെടുത്താം, ഇന്നത്തെ പ്രോഗ്രാംസ് എല്ലാം കാണിക്കാം. അച്ചാച്ചൻ വീടൊക്കെ പൂട്ടി മുമ്പേ ഇറങ്ങുന്നുണ്ട്, ഞാൻ പുറകെ പോവുകയാണ്. അപ്പം നമ്മളിപ്പം ഒരു ഡോളിഷ് കമ്മ്യൂണിറ്റി ഹാളിലോട്ടാണ് പോകുന്നത്. അവിടെയാണ് നമ്മുടെ പ്രോഗ്രാംസ് അറേഞ്ച് ചെയ്തേക്കുന്നത്. 10:45 തുടങ്ങും എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഞങ്ങൾ കുറച്ച് താമസിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പോകാം. നമ്മളിപ്പോൾ നേരെ പോകുന്നത് കമ്മ്യൂണിറ്റി ഹാളിലേക്കാണ്. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ട്. അവർ അത്തപ്പൂവും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏകദേശമൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവരുമായിട്ട് നമുക്കും ചെന്ന് ജോയിൻ ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹാളിലെത്തി. എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ്. പിള്ളേരെല്ലാം റെഡിയാണ്. എല്ലാവർക്കും നല്ല സന്തോഷമാണ്. എല്ലാവരും ഓണക്കോടിയും അതനുസരിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് റെഡിയായി. ഇതാണ് നമ്മുടെ ഹോള്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും എത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവരെയും എല്ലാ ദിവസവും ഒന്നും കാണാൻ പറ്റത്തില്ല. ഇതുപോലുള്ള ഒക്കേഷനിലാണ് എല്ലാവരും കൂടി ഒന്ന് കാണാൻ പറ്റുന്നത്. ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഒരുമിച്ചാണ് ഡ്യൂട്ടി ചെയ്യുന്നതെങ്കിലും ഡ്യൂട്ടി ടൈം വേറെയാണ്. കുറേ പേരെ നമ്മൾ കാണാറില്ല. ഇതുപോലെയുള്ള സന്ദർഭങ്ങളാണ് ഞങ്ങളെല്ലാവരും കൂടെ കാണുന്നത്. അപ്പം ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പേര് DMC എന്നാണ്. അപ്പം നമുക്കിന്ന് ഒത്തിരി ഗസ്റ്റുണ്ട്. ഇതിനകത്ത് ഇവർ രണ്ടുപേരും ഞങ്ങളുടെ മെയിൻ ഗസ്റ്റാണ്. അവർ ബ്രിട്ടീഷുകാരാണ്. ആദ്യമായിട്ടാണ് അവർ ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്നത്. അപ്പം ഞാൻ അവരോട് പോയി സംസാരിച്ചു. ഫോട്ടോസ് വീഡിയോസ് എടുത്തോട്ടേന്ന് ചോദിച്ചു. ഗ്രാൻറ്റഡ്, പെർമിറ്റഡ്. സോ ഞാനങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് പോവുകയാണ്. നമ്മുടെ പരിപാടി തുടങ്ങാറായി കേട്ടോ. പിന്നെ പ്രെയർ സോങ്ങോടുകൂടി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നമ്മുടെ DMCയുടെ രണ്ടാമത്തെ ഓണാഘോഷ പരിപാടി ഔദ്യോഗികമായി ഇവിടെ അരങ്ങേറി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ 1 by 1 ഓരോ പ്രോഗ്രാംസും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇത് പിള്ളേരുടെ പ്രോഗ്രാംസാണ്. ഇനി എൻ്റെ ഫ്രണ്ട്സിൻ്റെ പാട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേരുടെ ഡാൻസൊക്കെ കഴിഞ്ഞു. ഇനി വലിയ ചേട്ടന്മാരുടെ പാട്ടാണ്. അപ്പോൾ അവരതിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുവാണ് എല്ലാം. എൻ്റെ അച്ഛനും ഉണ്ട്. ഇതെപ്പം മീൻസ് എനിക്ക് തോന്നില്ല ഇത് പഠിച്ചാന്നൊക്കെ, ചുമ്മാ കയറി ഇന്ന് പാടുക. എന്തായാലും നമുക്ക് കാണാം.
അവരെല്ലാവരും റെഡിയായി. അങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഞ്ഞു പിള്ളേരുടെ ഡാൻസ്, ഇതൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളാണ് കേട്ടോ. അവർ ഈ ജോലി മീൻസ് അവരുടെ പഠിത്തമൊക്കെ കഴിഞ്ഞ് അവർ ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യണം. കുഞ്ഞു മോളാണ്. ഇനി വലിയവരുടെ തിരുവാതിരയാണ്. ഇവിടെ എല്ലാവരും ജോലിയുള്ളവരാണ്. ജോലി സമയം കഴിഞ്ഞ് പിള്ളേരെയൊക്കെ നോക്കി അവരുടെ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് ഡാൻസൊക്കെ നമ്മളോട് നോ പറയാതെ എല്ലാ കാര്യത്തിനും ഇവിടെ നടത്തുന്നത് നമ്മളൊരു കൾച്ചർ അങ്ങനെ നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സൊക്കെ ഇൻസ്ട്രക്ഷനൊക്കെ തന്നു. കഴിഞ്ഞ വർഷത്തെ കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിലിംഗ് ആയിട്ടെല്ലാം പറഞ്ഞു. ഇനി അത് കഴിഞ്ഞിട്ട് എല്ലാവർക്കും നിന്ന് ഫോട്ടോ എടുക്കാം. അതിനുശേഷം സദ്യയുണ്ട്. സദ്യ ഒരു സൈഡിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ അത്തപ്പൂക്കളൊക്കെ ഇട്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാനുള്ള ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അച്ചാച്ചനെയും കൂടെ കൊണ്ടുവരുത്തി ഞാൻ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് കഴിക്കാം, കാരണം എനിക്ക് ഫോട്ടോസ് എടുക്കണം. അപ്പം അങ്ങനെ ഇരുന്നു. അപ്പം ആക്ച്വലി വിളമ്പി കൊടുക്കേണ്ട ഒരാളാണ് ചേച്ചൻ. എന്തായാലും രണ്ടാമത്തെ ഈ വിളമ്പി തരുന്നവർക്കും നമ്മൾ വിളമ്പി കൊടുക്കണമല്ലോ. അപ്പം അതിന് ശേഷം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളിരുന്നു. ചിപ്സൊക്കെ ഞാൻ കുറേ നാളൊക്കെ ആയിട്ട് കഴിച്ചിട്ട് ഇങ്ങനെ ചോറും കറികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ തന്നെ ചോറുണ്ടാക്കി ഞാൻ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം എനിക്ക് ആരെങ്കിലും ഫുഡ് ഉണ്ടാക്കി തരുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഈ ഫുഡെല്ലാം ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് വന്നിരിക്കുന്ന ഫുഡാണ്. അങ്ങനെ ഓരോന്നോരോന്നായി ഇലകളിൽ വിളമ്പി തുടങ്ങി. ഞാൻ പരിപ്പും പപ്പടവും ഒക്കെ ചേർത്തിട്ട് കഴിക്കാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുവാണ്.
ഞാൻ പറയുന്നുണ്ട് ഒഴിച്ചോളൂ എന്ന്. എനിക്ക് മീൻസ് ഞാൻ ഉണ്ടാക്കാത്ത ഫുഡായതുകൊണ്ട് ഞാൻ കഴിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ടിരിക്കുവാണ്. ഞാൻ ഉണ്ടാക്കിയ നാരങ്ങ അച്ചാറാണിത്. നല്ല സൂപ്പറാണെന്നാണ് എൻ്റെ വിചാരം. ഞാനൊരു 2 മന്തിന് മുമ്പേ ഇത് പ്രിപ്പയർ ചെയ്തതാണ്. എനിക്ക് കഴിച്ചിട്ട് നന്നായിട്ടാണ് തോന്നിയത്. നല്ല അലുത്ത് അടിപൊളിയായിട്ടുള്ളത്. നമ്മുടെ ഫുഡൊക്കെ വന്നു, നമുക്കിനി കഴിച്ചു തുടങ്ങാം. പിള്ളേരെ എല്ലാം ഒറ്റയ്ക്ക് ഇരുത്തിയിട്ടാണ് അവർ വാരി കഴിക്കുന്നുണ്ട്. കുറച്ച് പ്രയാസമൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും കൂടെ ഉള്ളതുകൊണ്ട് പിള്ളേർ കഴിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ എല്ലാവരും ആസ്വദിച്ച് ഫുഡ് കഴിക്കുകയാണ്. ഒരു സൈഡിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇഷ്ടമുള്ളവർക്കെല്ലാം പോയി കളിക്കാം. ഇവിടെ പിന്നെ ആർക്കും ഇപ്പം എന്താ ചമ്മലോ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ആദ്യത്തെ ഒരു പന്തിയിലെ ഫുഡൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആൾക്കാർ ഇരിക്കുവാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ സഹകരിച്ച് അടുത്ത് വിളമ്പുന്നുണ്ട്. ഒരു സൈഡ് ഡാൻസ് കളിക്കുന്നു, ഒരു സൈഡിൽ ഫുഡ് കഴിക്കുന്നു. പക്ഷേ എല്ലാവരും നല്ല മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ആർക്കും അങ്ങനെ ചമ്മലോ അങ്ങനെയൊന്നുമില്ല. എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മളെല്ലാവരും കൂടെ വല്ലപ്പോഴുമാണ് ഇങ്ങനെ കണ്ടുമുട്ടുന്നത്. അതൊരു ഇത്. പിന്നെ നമ്മുടെ ഒരു ഫെസ്റ്റിവൽ ഞങ്ങൾ ഈ പ്രാവശ്യം ഇച്ചിരി നേരത്തെ തന്നെയാണ് ആഘോഷിക്കാനായിട്ട് ഡേറ്റ് സെലക്ട് ചെയ്തത്. എല്ലാവരുടെ ഡ്യൂട്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി നേരത്തെ തന്നെയാണ് സെലക്ട് ചെയ്തത്. അതായത് 7-ാം തീയതി നമ്മുടെ പ്രോഗ്രാംസ് DMCയുടെ പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്തു. വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. എല്ലാം നല്ല കൃത്യമായിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും നടത്തി. അത് വളരെ വളരെ സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം ഞങ്ങളുടെ DMC തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. അപ്പം ഇത്രയും അതിനിടയ്ക്ക് ഫസ്റ്റിൽ നമ്മുടെ ജോസഫ് ചേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു ആദ്യത്തെ ഓണാഘോഷം. അന്ന് ഞങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. അന്ന് ഞങ്ങൾക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അത് അറേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ നേരത്തെ തന്നെ എല്ലാവരും ഓഫൊക്കെ റിക്വസ്റ്റ് ചെയ്ത് വെച്ചിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഹോളൊക്കെ ബുക്ക് ചെയ്ത് എല്ലാം വെൽ ഓർഗനൈസ്ഡായിട്ട് എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ ചെയ്തു. അതുപോലെ ഞാൻ ചിന്തിച്ചിരുന്നത് ഇവർ ഇംഗ്ലീഷുകാർ കൈവച്ച് ഫുഡ് കഴിക്കുമോ സ്പൂൺ വെച്ച് കഴിക്കുമോ എന്നുള്ള ഇതായിരുന്നു അവർ. പക്ഷേ കൈ കൊണ്ട് തന്നെയാണ് കഴിച്ചത്. കുറച്ച് സമയമെടുത്തു, പക്ഷെ അവരെല്ലാം കഴിച്ചു, എൻജോയ് ചെയ്തു. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. എന്തായാലും എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു ദിവസമായിരുന്നു ഇന്ന്. ഇത് നമ്മുടെ അകത്തെ ഫുഡ് സ്റ്റോർ ചെയ്തിരുന്ന സ്ഥലമാണ്. ഈ ഓരോ ഫുഡുകളും ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് വന്നാണ്. അപ്പം പായസമൊക്കെ വിളമ്പുകയാണ്. ടേബിളിൽ നമ്മുടെ ഫുഡൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. അവിടുന്ന് കുറേശ്ശെ കൊണ്ടുവന്ന് വിളമ്പി കൊടുക്കുവാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടന്നു. ഇനി ലാസ്റ്റിൽ ഒരു DJ പാർട്ടി ഉണ്ട്. DJ പാർട്ടി എന്ന് പറഞ്ഞാൽ കള്ളു കുടിച്ചിട്ട് പോയിട്ട് ഡാൻസ് കളിക്കുന്ന അങ്ങനെ ഒരു ഇതല്ല. എല്ലാവരും അങ്ങനെയൊക്കെ ആയിരിക്കും ചിന്തിച്ചിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾക്ക് അങ്ങനെയുള്ള പരിപാടിയൊന്നുമല്ല. ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ട്. പിന്നെ പാട്ടിടും, പിന്നെ ഇഷ്ടമുള്ളവർ ഡാൻസ് കളിക്കാം. ചിലപ്പം അപ്പുറത്ത് മീൻസ് ആണുങ്ങളെല്ലാം കൂടെ കൂടി നിന്ന് ഡാൻസ് കളിക്കും, പെണ്ണുങ്ങളെല്ലാം കൂടെ കൂടി ഡാൻസ് കളിക്കും, കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ അങ്ങനെയൊക്കെ ആയിരിക്കും. അത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ കഴിഞ്ഞു, എല്ലാവരും റെഡിയായി. ഇനി നമ്മുടെ പുതിയ കമ്മിറ്റി അംഗത്തെയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. ഇതിൽ എന്നെയും തിരഞ്ഞെടുത്തിട്ടുണ്ട്. എനിക്ക് എൻ്റെ റോൾ എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല, പക്ഷെ ഞാനും ഇതിലുണ്ട്.
അങ്ങനെ പുതിയ മെമ്പേഴ്സിനെയൊക്കെ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ ഹോളെല്ലാം ഒന്ന് വൃത്തിയാക്കി അറേഞ്ച് ചെയ്യുകയാണ്. കാരണം ഇനി നമുക്ക് വടംവലി, കസേരകളി അങ്ങനെയുള്ള കുറച്ച് പ്രോഗ്രാംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞാനതൊക്കെ മാക്സിമം പിടിക്കാൻ പറ്റുന്നതൊക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ വീഡിയോയ്ക്ക് ലെങ്ത് കൂടുന്നതുകൊണ്ട് കുറച്ചൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹോളൊക്കെ വൃത്തിയാക്കി കസാരയൊക്കെ ഒതുക്കി അടുത്ത പ്രോഗ്രാംസിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുവാണ്. ഇടയ്ക്ക് പോയിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും ഇതൊക്കെ എടുത്തു. നമ്മളിവിടെ എല്ലാവരും ജോലിയുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ എല്ലാവരും മീൻസ് നന്നായിട്ട് പിള്ളേരെ നോക്കണം, ഫുഡ് ഉണ്ടാക്കണം, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ അറേഞ്ച് ചെയ്യണം. അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഡാൻസിൻ്റെയൊക്കെ പ്രാക്ടീസൊക്കെ ആണെങ്കിലും എല്ലാവരും നല്ല സഫർ ചെയ്തിട്ടൊക്കെയാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരിക്കുന്നതും ഒക്കെ. അപ്പം എല്ലാവരും നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ കസേരകളി തുടങ്ങി. പിള്ളേരുടെ ഫസ്റ്റ്, അത് കഴിഞ്ഞ് കുഞ്ഞു പിള്ളേർ ഇതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാം. ഓടെന്ന് പറയുമ്പം ഓട്ട മത്സരത്തിന് ഓടുന്ന പോലെയാണ് പിള്ളേർ ഓടുന്നത്. അങ്ങനെ വലിയവരുടെ കസാരകളിയാണ്. അതിൽ ഞാനും ഉണ്ട്. അധികം താമസിക്കാതെ തന്നെ ഞാൻ ഇതിനകത്ത് ഔട്ടായി പോകുന്നുണ്ട്. ജസ്റ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, ഒരു സന്തോഷം, അതാണ് എല്ലാവരും ഉദ്ദേശിക്കുന്നത്. കുറേ നാളൊക്കെ ആയില്ലേ. അപ്പം അങ്ങനെ നമ്മൾ കസാരകളി സ്റ്റാർട്ട് ചെയ്തു. ഇനിയാണ് നമ്മുടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വടംവലി. ഇതിനകത്ത് ഈ തടിയന്മാരെ വലിച്ചിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ടാസ്ക്. മാക്സിമം ഞങ്ങൾ ട്രൈ ചെയ്ത് കേട്ടോ. ഇവരെ ഒരിക്കലും തോൽപ്പിക്കാൻ പറ്റത്തില്ലെന്ന് നമുക്കറിയാം, എങ്കിലും ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്തു. അങ്ങനെ നമ്മൾ അതിൽ തോറ്റു. നമുക്കത് അറിയായിരുന്നു. ഇനി അടുത്ത ചേട്ടന്മാർ രണ്ടായിട്ട് തിരിഞ്ഞിട്ട് അടുത്ത വടംവലിയാണ്. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങേ സൈഡിലാണ് നിൽക്കുന്നത്. അപ്പം എൻ്റെ വിചാരം അവർ ജയിക്കണമെന്നുള്ളതാണ്. അങ്ങനെ അച്ചാച്ചൻ്റെ ടീമൊക്കെ ജയിച്ചു. ഭയങ്കര സന്തോഷം. നെക്സ്റ്റ് ഇനി പെണ്ണുങ്ങൾ 2 ഗ്രൂപ്പായിട്ട് തിരിയുന്നുണ്ട്. ഞാൻ ഓപ്പോസിറ്റ് സൈഡാണ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ജയിക്കണമെന്നുള്ളതാണ്. ഞാൻ വടമൊക്കെ എൻ്റെ ദേഹത്ത് കെട്ടി റെഡിയായിട്ട് നിൽക്കുവാണ്. അപ്പോൾ 2 സൈഡുകാരും ഈക്വലായിട്ട് ആൾക്കാരെയൊക്കെ എണ്ണി കറക്റ്റ് ലെവലൊക്കെ ആയി. അപ്പോൾ ഇനിയും അത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അധികം താമസിക്കാതെ തന്നെ അവരെ നമ്മൾ തോൽപ്പിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ വടംവലിയൊക്കെ കഴിഞ്ഞു. ഇനി എല്ലാ പിള്ളേർക്കും സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എല്ലാവർക്കും സന്തോഷമായി. എല്ലാവർക്കും ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ കൊടുത്തു. ഞങ്ങൾ ചെറുതായിട്ടൊരു ഡാൻസ് പോലെ, മീൻസ് ഡാൻസ് ഒന്നുമല്ല, ജസ്റ്റ് അന്നേരം ഒന്ന് തട്ടിക്കൂട്ട്. ഇതിനകത്ത് ഫസ്റ്റിൽ നിൽക്കുന്നത് നമ്മുടെ അനൂപിൻ്റെ അമ്മയാണ് കേട്ടോ. അമ്മയ്ക്ക് അങ്ങനെ ചമ്മലൊന്നും ഇല്ലായിരുന്നു. എല്ലാ കാര്യത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു മുമ്പിൽ. ഇനി നമ്മുടെ DJ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതെല്ലാം പിന്നെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തു.
ഇഷ്ടമുള്ളവർക്ക് കളിക്കാം, അല്ലാത്തവർ കസാരയിലിരിക്കാം. ഒരു നിർബന്ധമില്ല, കള്ളുകൂടിയോ കഞ്ചാവടിയോ അങ്ങനെയൊന്നുമില്ല. ഒന്നാമത് എല്ലാവരും ഡ്രൈവ് ചെയ്ത് വന്നിട്ടുള്ളവരൊക്കെയാണ്. അപ്പോൾ UK നിയമം അനുസരിച്ച് നമുക്ക് കള്ളു കുടിച്ചിട്ട് വണ്ടി ഓടിക്കുക അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാം അവനവൻ്റെ ഇഷ്ടമാണ് ഓരോ കാര്യങ്ങളും. സോ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഡാൻസ് കളിക്കാം. അപ്പം ഞങ്ങളെല്ലാം കൂടെ കൂടിയിട്ട്, പെണ്ണുങ്ങളെല്ലാം കൂടെ ഒരു സൈഡിൽ കൂടിയിട്ട് നമ്മൾ ഡാൻസ് കളിക്കാൻ തുടങ്ങി. ആണുങ്ങളെല്ലാം കൂടെ അപ്പുറത്തെ സൈഡിൽ, കുഞ്ഞു പിള്ളേരെല്ലാം കൂടെ അതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെറുതായിട്ട്, അങ്ങനെയൊന്നുമില്ല, ജസ്റ്റ് ഒരു ഏതെങ്കിലും നല്ലൊരു പാട്ട് കേൾക്കുമ്പം ജസ്റ്റ് കുറച്ച് കളിക്കാത്രേ ഉള്ളൂ. എന്തായാലും ഞാൻ നന്നായിട്ട് ടയേർഡായി, രാവിലെ തന്നെ ഇറങ്ങിയാണ്. ഇതിനു മുമ്പേ ലാസ്റ്റ് വീക്ക് ഞങ്ങളൊരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്ന് അതിൻ്റെ പിറ്റേ നെക്സ്റ്റ് ഡേ ആണ് നമ്മുടെ ഓണപ്പരിപാടി. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ തന്നെ പിക്കിളൊക്കെ റെഡിയാക്കി വെച്ചിരുന്നത്. അപ്പോൾ പിന്നെ എനിക്ക് അധികം ബുദ്ധിമുട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പിക്കിൾ തന്നെ സെലക്ട് ചെയ്തത്. പിന്നെ നമ്മുടെ ബിസി ലൈഫിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നത് എന്തായാലും നല്ലതായിരിക്കും. കാരണം എല്ലാവരും മാനസികമായിട്ട് നല്ല സംഘർഷമായിരിക്കും, ജോലി, വീട്, അങ്ങനെ. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കൾച്ചർ പ്രോഗ്രാം വേണം. പിന്നത്തെ ഒരു കാര്യം, നമുക്കൊരു കൂട്ടായ്മയൊക്കെ എപ്പോഴും വേണം. കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സമൂഹ ജീവിയാണ്. അപ്പം നമുക്കിങ്ങനെ കൂട്ടായ്മയൊക്കെ വേണം. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അതിനൊന്നും ഞാൻ അങ്ങനെ ഞാൻ അങ്ങനെ ബിലീവ് ചെയ്യുന്ന ഒരാളല്ല. നന്മ ചെയ്യുക, നല്ലതായി ജീവിക്കുക, അതാണ് എൻ്റെ ഒരു പോളിസി. പിന്നെ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മുടെ പ്രോഗ്രാമൊക്കെ ഏകദേശം തീരാറായി. നമ്മുടെ ഡാൻസിലേക്ക് ഏകദേശം തീരാറായി. ഞാൻ നന്നായിട്ട് ടയേർഡായി. പിന്നെ ഇംഗ്ലീഷുകാരവർ പോവാന്ന്, കാരണം ലേറ്റായി ഓൾറെഡി. അവർ പോവാന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് വന്നു. നെക്സ്റ്റ് ടൈം ഇനി വരാം എന്നൊക്കെ പറഞ്ഞ് ഒക്കെയാണ് അവർ പോയേക്കുന്നത്. നോക്കാം. അങ്ങനെ ആണുങ്ങൾ അവരുടെ സൈഡിൽ ഡാൻസ് കളിക്കുന്നുണ്ട്. നമ്മുടെ അച്ചാച്ചൻ മമ്മൂട്ടി കളിക്കുന്നുണ്ട് കേട്ടോ, മമ്മൂട്ടിക്ക്. അങ്ങനെ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു. നന്നായിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. ഫുഡൊക്കെ നന്നായിട്ട് കഴിച്ചു. അങ്ങനെ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞങ്ങൾ കുറച്ച് നേരത്തെ ആഘോഷിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരിക്കുക, സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക, നന്നായി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഓണപ്പരിപാടി കഴിഞ്ഞു. നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എങ്കിലേ പുതിയ വീഡിയോ ഇടാനായിട്ട് എനിക്ക് ഒരു സന്തോഷം കാണത്തുള്ളൂ. കാരണം ഞാനും ഡ്യൂട്ടിയൊക്കെ ചെയ്തിട്ട് ഇതിനൊക്കെ സമയം കണ്ടെത്തി, മീൻസ് എഡിറ്റിങ്, ഇതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നിങ്ങളുടെ സബ്സ്ക്രൈബും സപ്പോർട്ടും ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ആവശ്യമാണ്. അപ്പോൾ വീണ്ടും കാണാം. ബായ്.